ഡിജിറ്റൽ പേയ്മെൻറ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലാദ്യമായിട്ട് വരുന്നത് UPI ആണ്. UPI മീൻസ് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസസ്. അതായത് നമ്മൾ ഇതിൻ്റെ മുമ്പ് പഠിച്ചിട്ടുള്ള USSDയും NUUPയും ഇത് രണ്ടും ഒരു ഫീച്ചർ ഫോണ് അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ നമ്മൾക്ക് എങ്ങനെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്നായിരുന്നു. എന്നാൽ ഇനി ഈ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസസ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു തേർഡ് പാർട്ടി, അതായത് നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കുന്ന ഒരു പേയ്മെൻറ്റ് സിസ്റ്റമാണത്. ഇതിന് നമ്മൾ എന്തായാലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ തേർഡ് പാർട്ടി സോഫ്റ്റ് ആപ്ലിക്കേഷൻ ഉദാഹരണങ്ങളാണ് ഭീം, പേടിഎം, ഗൂഗിൾ പേ, ഫോൺ പേ, ടെസ എക്സെട്രാസ്. അപ്പോൾ അങ്ങനത്തെ ഒരു ആപ്പ് നമ്മളെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ ലോക്ക് ചെയ്യാം. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദാറ്റ് നമ്മുടെ ഫോൺ നമ്പർ കണക്റ്റഡ് ചെയ്തിട്ടുള്ള ഏത് അക്കൗണ്ടും ഈ ആപ്ലിക്കേഷനിൽ ഓപ്പൺ ആക്കാം. നമുക്ക് 5 or 6 ബാങ്ക് അക്കൗണ്ട്സിൽ ഓപ്പൺ ആക്കാം. നമ്മുടെ ഫോൺ നമ്പർ ലിങ്ക് ചെയ്തത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ATM കാർഡിൻ്റെ കാർഡ് നമ്പർ ഉണ്ടായിരിക്കും. കാർഡ് നമ്പറും CVV നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്പിൽ ഇത് ഓൺ ആവും. അപ്പോൾ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യുക, സ്കാൻ ചെയ്തിട്ട് പേ ചെയ്യുക, അതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം, എല്ലാ കാര്യങ്ങളും സാധിക്കും. അതാണ് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുക. UPI is a payment system that allows the money transfer between two bank accounts by using a smartphone. A single mobile application is sufficient for accessing to different merchants, both online and offline, without typing credit card, IFSC code, or net banking wallet password, and it allows the immediate money transfer through the mobile device around the clock 24/7 or 365 days. അതായത് നമ്മൾക്കറിയാം, നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഏത് ബാങ്ക് അക്കൗണ്ട് അതിൽ ഓപ്പൺ ചെയ്യാം, ഏത് ബാങ്കിൽ നിന്ന് ഏത് ബാങ്കിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിലൊരിക്കലും നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസോ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസോ ഒന്നും അടിക്കേണ്ട. ജസ്റ്റ് ആ ഫോൺ നമ്പർ കണക്ഷൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. UPI is a payment system that allows the user to link more than one bank account in a single smartphone app and make fund transfer without having to provide IFSC code or account number. പിന്നെ അക്കൗണ്ട് നമ്പർ ഒന്നും ഇല്ലാതെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ട്രാൻസാക്ഷൻ നടത്തി കൊടുക്കുന്നത് ആരാണ്, കാരിയർ ആരാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ VPN, അതായത് വെർച്വൽ പേയ്മെൻറ്റ് അഡ്രസ് ആണ്. പിന്നെ ഇത് ഡെവലപ്പ് ചെയ്തത് UPI ഡെവലപ്ഡ് ബൈ NPCI ആണ്, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റെമിറ്റൻസിന്, അതുപോലെ തന്നെ ബിൽ പേയ്മെൻറ്റിന്, മെർച്ചൻ്റ് ട്രാൻസാക്ഷനാണ്. ഇനി നമ്മൾ അടുത്തൊരു സിസ്റ്റമാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെ നമ്മൾ ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡ് വേണമെന്ന് പറഞ്ഞ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാങ്ക് അക്കൗണ്ട് കിറ്റ് ബാങ്കിൽ നിന്ന് അയക്കുമ്പോൾ അതിൽ നമ്മുടെ ATM കാർഡ് ഉണ്ടാവും, ഡെബിറ്റ് കാർഡ് ആയിരിക്കും. അപ്പോൾ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ എമൗണ്ട് അതിലുണ്ടാവും. അതാണ് ഡെബിറ്റ് കാർഡ് അല്ലേ, നമ്മൾ ഓൾറെഡി ഡെപ്പോസിറ്റ് ഉള്ള അക്കൗണ്ട്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ട്രാൻസാക്ഷൻ, പർച്ചേസ് എല്ലാം ചെയ്യാം. നോക്കുക, ഡെബിറ്റ് കാർഡ് ഇസ് എ സ്മോൾ പ്ലാസ്റ്റിക് കാർഡ് വിത്ത് എ യൂണിക് നമ്പർ മാപ്ഡ് വിത്ത് ദ ബാങ്ക് അക്കൗണ്ട് നമ്പർ. ഡെബിറ്റ് കാർഡ് ഇസ് എ പേയ്മെൻറ്റ് കാർഡ് ആൻഡ് ഇറ്റ് ഡിറ്റക്ട്സ് money directly from the customer bank account to pay for a purchase. Debit card eliminates the need to carry cash or checks to make purchase. ഇത്ര ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഡെബിറ്റ് കാർഡിൽ ക്യാഷ് ഉണ്ടാവും, നമ്മൾ ഓൾറെഡി സേവിങ് അക്കൗണ്ട്സിലോ കറണ്ട് അക്കൗണ്ടിലോ വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ക്യാഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യും. ഡയറക്റ്റ്ലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകും. ഡെബിറ്റ് കാർഡ് ഈസ് എ കൈൻഡ് ഓഫ് കാർഡ് ദാറ്റ് ട്രാൻസ്ഫർ ഫണ്ട് ഡയറക്റ്റ്ലി ഫ്രം ദ കസ്റ്റമർ അക്കൗണ്ട് ടു ദ മെർച്ചൻ്റ് അക്കൗണ്ട്. ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമർ അക്കൗണ്ടിൽ നിന്നും മെർച്ചൻ്റ് അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഈസി ടു ഒബ്റ്റെയിൻ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ബാങ്ക് ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് ടിക്ക് ഇട്ടാൽ മതി, നമ്മൾക്ക് അത് കിട്ടും. പിന്നെ കൺവീനിയൻ്റ് ആണ്, സേഫ്റ്റി ആണ്, അതിൽ തന്നെ റെഡിലി ആക്സെപ്റ്റഡ് ആണ്, എല്ലായിടത്തും ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ക്രെഡിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും എല്ലാവർക്കും അറിയുന്നതാണ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ലോണാണ്. അതായത് നമ്മൾ ഡെബിറ്റ് കാർഡ് ആകുമ്പോൾ കസ്റ്റമർ അക്കൗണ്ടിൽ നിന്നാണ് ക്യാഷ് പോകുന്നത്, നേരെ മറിച്ച് ക്രെഡിറ്റ് കാർഡ് ആകുമ്പോൾ കസ്റ്റമർ അക്കൗണ്ടിൽ നിന്നല്ല ക്യാഷ് പോകുന്നത്, ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ്. ബാങ്കാണ് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ പർട്ടിക്കുലർ കാർഡ് ഒരു ടൈം ഉണ്ടാവും, ടൈം പീരീഡ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ബാങ്കിന് കസ്റ്റമർ ക്യാഷ് കൊടുത്താൽ മതി. ഈ പർട്ടിക്കുലർ ക്രെഡിറ്റ് പീരീഡ് ടൈം എന്ന് പറയുന്നത്
പല ബാങ്കുകൾക്കും പല ടൈമുകൾ ആശ്രയിച്ചിരിക്കും. അവരുടെ ടൈം ലിമിറ്റ് ഓരോ ബാങ്കിനും വ്യത്യസ്തമായിരിക്കും. ഇനി നോക്കാം. ക്രെഡിറ്റ് കാർഡ് ആർ മോസ്റ്റ്ലി യൂസ്ഡ് ആൻഡ് കൺവീനിയൻറ്റ് മെത്തേഡ് ഫോർ മേക്കിംഗ് ഓൺലൈൻ പേയ്മെൻറ്റ്. ക്രെഡിറ്റ് കാർഡ് ഈസ് എ സ്മോൾ പ്ലാസ്റ്റിക് കാർഡ് വിത്ത് എ യുണീക് നമ്പർ അറ്റാച്ച്ഡ് വിത്ത് എൻ അക്കൗണ്ട്. ഇറ്റ് ഈസ് ഓൾസോ എ മാഗ്നറ്റിക് സ്ട്രിപ്പ് embedded in it which is used to read credit card by credit card readers. And when a customer purchases a product by credit card issuer bank pays on the behalf of the customer, and customer has a certain time period after which he can pay the credit card bill. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്യാഷ് അടച്ചു കഴിഞ്ഞാൽ നമ്മളല്ല അടയ്ക്കണം, നമുക്ക് വേണ്ടിയിട്ട് ബാങ്ക് അടയ്ക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ബാങ്കിൽ നിന്ന് ബില്ല് വരുന്നു. ആ ബില്ല് നമ്മൾ അവർ പറഞ്ഞ ടൈമിനുള്ളിൽ അടച്ചു കൊടുത്താൽ മതി. അതിന് ചില ബാങ്കുകൾ പലിശ ചുമത്താറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നല്ല രീതിയിൽ പേയ്മെൻറ്റ് അടയ്ക്കുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്തു, അവർ പറഞ്ഞ ടൈമിൽ തന്നെ ഇങ്ങനെ ക്യാഷ് കൃത്യമായിട്ട് അടച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സ്റ്റാറ്റസ് കൂടും, ക്രെഡിറ്റ് വർത്തിനെസ് കൂടും. അപ്പോൾ കൂടുതൽ ക്യാഷ് നമ്മൾക്ക് ബാങ്കിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, നോക്കുക. അഡ്വാൻറ്റേജസ്: കൺവീനിയൻ്റ് ആണ്, ഈസി ആക്സസ്, ഫാസ്റ്റ് പേയ്മെൻറ്റ്, മോർ ഷോപ്പിംഗ് ഓപ്ഷൻസ്. അതിന് കൂടുതൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഷോപ്പിംഗ്സ് നടത്തുമ്പോൾ നമ്മൾക്ക് ചില ഡിസ്കൗണ്ടുകളും ഓഫറുകളും കിട്ടും. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷനുണ്ട്. ചില കൺസ്യൂമർ അക്കൗണ്ട് നേരിട്ടല്ല കൊടുക്കുന്നത്, ബാങ്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ക്രെഡിറ്റ് സ്കോർ ഉണ്ടാവും. നമ്മൾ നല്ല രീതിയിൽ പേയ്മെൻറ്റ് ബാങ്കിന് കൊടുക്കുകയാണെങ്കിൽ ബാങ്ക് നമുക്ക് ക്രെഡിറ്റ് സ്കോർ കൂട്ടും, ക്രെഡിറ്റ് ബാലൻസും കൂടാൻ സാധ്യതയുണ്ട്. ഇനി റെക്കോർഡ് കീപ്പിംഗ്, കൃത്യമായിട്ട് അവർ റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. ഇനി സ്മാർട്ട് കാർഡാണ്. സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെയാണ് സ്മാർട്ട് കാർഡ്. പക്ഷേ സ്മാർട്ട് കാർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിലൊരു IC ചിപ്പ് ഉണ്ടായിരിക്കും. ആ IC ചിപ്പ് അറ്റാച്ച്ഡ് ആണ് സ്മാർട്ട് കാർഡിന്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ട്രാൻസാക്ഷൻ 100% എൻക്രിപ്റ്റഡ് ആയിരിക്കും. ഒരിക്കലും ലോസ് ഓഫ് മണി അല്ലെങ്കിൽ ഹാക്കിങ് സാധിക്കില്ല. അതാണ് സ്മാർട്ട് കാർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത്രയും നല്ല കസ്റ്റമറിനായിരിക്കും ഒരു ബാങ്ക് പ്രൊവൈഡ് ചെയ്യുക. നോക്കുക, സ്മാർട്ട് കാർഡ് ഈസ് എ സ്റ്റാൻഡേർഡ് സൈസ് പ്ലാസ്റ്റിക് debit or credit card which contain an embedded microchip as well as a traditional magnetic strip. The chip encrypts the information to increase data security when making the transaction at store terminals or automated teller machine. ഇതിന് ഏറ്റവും വലിയത് ഇത് ഒരു ഡെബിറ്റ് കാർഡ് ആകാം, ക്രെഡിറ്റ് കാർഡ് ആകാം. വി ക്യാൻ അവൈലബിൾ ദ സ്മാർട്ട് കാർഡ് ഐദർ ഇൻ ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ്. ഓക്കെ, അത് സെക്യൂരിറ്റി ഉണ്ടായിരിക്കും, കൺവീനിയൻ്റ് ആണ്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, കൺട്രോളാണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നത് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ വരെ ഇതിന് ലഭ്യമാണ്. ഇനി പ്രീപെയ്ഡ് കാർഡ്സ്. എന്താണ് ഈ പ്രീപെയ്ഡ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ, ഡെബിറ്റ് കാർഡിൽ നമ്മളൊരു 5000 രൂപ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 5000 രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ 5000 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം. എന്നാൽ പ്രീപെയ്ഡ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസിങ്ങിനായിട്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആ കാർഡിലിടുന്നു. അപ്പോൾ ആ കാർഡിൽ 10,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കും ഒരു കാർട്ടിൽ. പക്ഷേ നമ്മൾ പറയുകയാണ് ബാങ്കിനോട് അല്ലെങ്കിൽ ഇത് ക്രെഡിറ്റ് ഗീവിങ് കമ്പനീനോട് പറയുകയാണ് എനിക്കൊരു 4500 രൂപ മാത്രം മതി പർച്ചേസിങ്ങിന് വേണ്ടിയത്. അപ്പോൾ നമ്മൾക്ക് ആ ലിമിറ്റ് വരെ നമ്മൾക്ക് ആ കാർഡ് ഉപയോഗിച്ച്, ഈ പ്രീപെയ്ഡ് കാർഡ് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മളെ ഈ ഓവർ പർച്ചേസിങ്, ഓവർ സ്പെൻഡിങ് ഹാബിറ്റൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. മനസ്സിലായത്? നമ്മൾ 10,000 രൂപ ഉണ്ടെങ്കിൽ ചിലപ്പം കണ്ണും ചീമ്പി 10,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യും. പക്ഷേ ഈ പ്രീപെയ്ഡ് കാർഡിൻ്റെ പ്രത്യേകത ഒരു ലിമിറ്റ് ഉണ്ടാകും. ആ ലിമിറ്റ് നമ്മളെ പൈസ തന്നെ ആയിരിക്കും, പക്ഷേ ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് നമുക്ക് പൈസ വാങ്ങാൻ പറ്റില്ല. അതായത് നമ്മൾ വെറുതെ ഓവർ പർച്ചേസിങ്ങിലേക്ക് പോകണ്ട എന്ന് കരുതിയിട്ടാണ് ഇത് വെക്കുന്നത്. നോക്കാം, ദ പ്രീപെയ്ഡ് cards provide a services that is paid for the prior to usage, and in the case of the prepaid card the customer is allowed to spend only up to the amount that have pre-deposited into the account. This type of payment is highly useful those customers who would like to control the overspending. അല്ലേ, ഞാൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് ആർക്കാണ് ഈ ഓവർ സ്പെൻഡിങ് നിർത്താൻ നമ്മൾ ബാങ്കിനോട് പറയുകയാണ്, എനിക്ക് ഇത്ര മതി, അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ നിങ്ങൾ അനുവദിക്കരുത് ക്യാഷ് ഈ അക്കൗണ്ടിൽ നിന്ന്. The prepaid cards are taken by the customers by depositing money with the bank or credit giving company. It can be deposited in saving account or current account. ഇനി ബെനിഫിറ്റ് ആണ് ഈ കാർഡ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ആക്സെപ്റ്റഡ് ഓൾ മെർച്ചൻ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് വേൾഡ് വൈഡ് അക്കോർഡിംഗ് ടു ദ അഫിലിയേഷൻ ടു ദ ക്രെഡിറ്റ് കാർഡ് ഗിവിംഗ് കമ്പനി. ഇത് വേൾഡ് വൈഡായിട്ട് യൂസ് ചെയ്യുക. കാരണം ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു വിത്ഡ്രോ ക്യാഷ് അറ്റ് ATM, റീലോഡബിൾ എനി ടൈം എനിവർ. നമുക്ക് നമ്മുടെ ക്യാഷ് ഇപ്പോൾ 4500 ആണ് ലിമിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇനിയും ഈ ലിമിറ്റ് കഴിഞ്ഞാൽ വീണ്ടും അതെന്ത് ചെയ്യാം, റീലോഡ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു വിത്ഡ്രോ ക്യാഷ് എനി ഇൻ്റർനാഷണൽ കറൻസി. ഏത് ഇൻ്റർനാഷണൽ കറൻസിൻ്റെ ഫോർമാറ്റിലും ഇത് ഉപയോഗിച്ച് വിത്ഡ്രോ ചെയ്യാം. ഇറ്റ് ഈസ് യൂഷ്വലി ബാക്കഡ് അപ്പ് വിത്ത് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവർ. അതുപോലെ തന്നെ ഇതിനൊരു പേഴ്സണൽ
ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവർ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ 2 പ്രാവശ്യം ഈ വീഡിയോ കാണുക, നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.